വായു മലിനീകരണം കുറയ്ക്കാനുള്ള പദ്ധതികൾ പലതാവിഷ്കരിച്ചെങ്കിലും ഫലവത്തായില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വായു മലിനീകരണ സൂചികയിൽ ഏറ്റവും ഉയർന്ന തോതായ 500 പോയിന്റിലാണ് ഡൽഹിയിലെ ആനന്ദ് വിഹാർ, മന്ദിർ മാർഗ്, RK പുരം എന്നീ പ്രദേശങ്ങൾ. സൂചിക 400 മുതൽ 500 വരെ എത്തിയ സ്ഥലങ്ങളിൽ സ്കൂളുകൾ, ഓഫീസുകൾ തുടങ്ങിയവ അടച്ചിടുന്ന പതിവാണ് പല രാജ്യങ്ങളിലും തുടരുന്നത്. നിരവധി ബ്രാൻഡുകളിലുള്ള കുപ്പിവെള്ളം വിപണിയിൽ ലഭിക്കുന്നുണ്ട്. ഇവയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വന്തം നിലയിൽ സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പഠനത്തിലാണ് കുപ്പിവെള്ളവും സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ഡിസംബറിൽ ശേഖരിച്ച സാമ്പിൾ റിസൾട്ടാണ് പുറത്തുവിട്ടത്. സൂക്ഷ്മാണുക്കളുടെ അളവ് സൂചിപ്പിക്കുന്ന എയ്റോബിക് മൈക്രോബിയൽ കൗണ്ട് 2 ബ്രാൻഡ് കുപ്പിവെള്ളത്തിൽ അനുവദനീയമായതിനേക്കാൾ 600 മുതൽ 650% വരെ കൂടുതലാണ്. രോഗബാധയേറ്റവർക്കും നഷ്ടപരിഹാരവും നൽകേണ്ടതുണ്ട്. മരിച്ച സച്ചിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ചികിത്സ തേടിയ ശോഭി തിലകൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും തെളിവെടുക്കുമെന്നും ബിജു പ്രഭാകർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2 നേരവും ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ കരുതിക്കോളൂ, ചായപ്പൊടിയിലും അപകടം പതിയിരിക്കുന്നു. തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചായപ്പൊടി വീരന്മാർ വലയിലായത്. കോട്ടയത്ത് അൽഫാം മന്തി കഴിച്ച് നഴ്സ് മരിച്ച കേസിൽ ഭക്ഷ്യവിഷബാധയെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. കർഷകർ ഇപ്പോൾ 2-3 മാരക കീടനാശിനികളുടെ കോക്ടെയിലുകളാണ് കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുന്നത്. കവാച്ചി 25 ഗ്രാം, കീരാക്കുറൻ 15 മില്ലി, கார்ன்ஃப்ளவர் 10 மில்லி போட்டு ஒரு டோஸ் மிக்ஸ் பண்ணி ஒரு டோஸ். കർഷകർ അമിതമായി കീടനാശിനി പ്രയോഗിക്കുന്നുണ്ടെന്ന് തമിഴ്നാട്ടിലെ കൃഷി ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നു. നിലവിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം 30 വയസ്സ് മുതൽ പ്രായമുള്ളവർക്കാണ് പ്രമേഹ പരിശോധന നടത്തുന്നത്. എന്നാൽ ഇത് 25 വയസ്സ് മുതലാക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. കോവിഡാനന്തര ഇന്ത്യയിൽ ചെറുപ്പക്കാരിലും അപ്രതീക്ഷിതമായി രോഗലക്ഷണമൊന്നുമില്ലാതെയാണ് പ്രമേഹം വർദ്ധിച്ചത്. രാജ്യത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം 65% പേർ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ ഇത് ജീവിതത്തിൽ വില്ലനാകുന്നു എന്നാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ടോക്സിക്സ് ലിങ്ക് എന്ന സന്നദ്ധ സംഘടന നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമാകുന്നത്. ശരീരത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഫെലറ്റ്സുകൾ ഉപയോഗിക്കുന്നത് നാപ്കിനുകളുടെ മൃദുലത, അയവ്, പാളികൾ തമ്മിൽ ചേർന്നിരക്കൽ തുടങ്ങിയവയ്ക്കാണ്. ഇത് ഗർഭപാത്രത്തിന് പുറത്തെ അനാവശ്യമായ വളർച്ച, വേദന, രക്താതിസമ്മർദ്ദം, ഗർഭധാരണത്തിലെ സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. ചെറുപ്പക്കാരിൽ വമ്പിച്ചു വരുന്ന ഒരു പ്രോബ്ലമാണ് ഹൃദയാഘാതം മൂലമുള്ള സഡൻ കാർഡിയാക് ഡെത്ത് എന്നുള്ളൊരവസ്ഥ. രക്തക്കുഴലുകളിൽ പെട്ടെന്ന് ഒരു ബ്ലോക്ക് ഉണ്ടായി അവിടെ സർക്കുലേഷൻ കിട്ടാതെ പെട്ടെന്ന് താളപ്പിശകുണ്ടാവുകയും ഹൃദയം നിലയ്ക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതുമാണ് ഹാർട്ട് കാർഡിയാക് അറസ്റ്റ്. ഈ ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുവന്നിരുന്നത് മുന്നേയൊക്കെ 50-60 വയസ്സിന് ശേഷം മാത്രം രോഗികൾക്ക് വരുന്ന ഒരു അവസ്ഥ എന്ന ഒരു തെറ്റിദ്ധാരണയായിരുന്നു. എന്നാൽ 10-30 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ പലപ്പോഴും വളരെ ചെറുപ്പക്കാരിൽ തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയും അതുമൂലം സഡൻ ഡെത്ത് ഉണ്ടായി ഒരു വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രം സംഭവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ലോകത്ത് 10-ൽ ഒരാൾക്ക് വീതം വൃക്കരോഗ ഭീഷണിയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ. അതിന് സമാനമോ അതിൽ കൂടുതലോ ആണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിലെ വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മുതിർന്നവർ മാത്രമാണെന്ന് കരുതരുത്. മുതിർന്നവരിൽ കണ്ടുവരുന്ന എല്ലാത്തരം വൃക്കരോഗങ്ങളും ജീവിതശൈലി തകരാറുകളും കുട്ടികളെയും ബാധിക്കാം. അതിനു പുറമെ ജന്മനാ ഉണ്ടാകുന്ന വൃക്ക തകരാറുകളും കാണപ്പെടുന്നു. വൃക്കകളുടെ പ്രവർത്തനം പകുതിയിലധികം തകരാറിലാകുമ്പോൾ മാത്രമേ ലക്ഷണങ്ങൾ പ്രകടമാകൂ എന്നിരിക്കെ കുഞ്ഞുങ്ങളിലെ വൃക്കരോഗം ഗൗരവത്തോടെ കാണേണ്ടതാണ്. കോഴിക്കോട് മിഠായി തെരുവിന് സമീപം കുഴഞ്ഞു വീണ ആൾ മരിച്ചു. ഗവർണർ എത്തുന്നതിന് തൊട്ടു മുൻപാണ് ചേവായൂർ സ്വദേശി അശോകൻ കുഴഞ്ഞു വീണത്. എറണാകുളം മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. ധനുജ ആർ രാധാകൃഷ്ണനാണ് മരിച്ചത്. കടമ്പുലിയൂരിലാണ് സംസ്ഥാന കബഡി മത്സരം നടന്നത്. ഇതിനിടെയാണ് വിമലിന് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിക്കുന്നത്. മത്സരത്തിനിടെ വിമലിനെ എതിർ ടീമിലെ ആളുകൾ പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കളിക്കളത്തിൽ തന്നെ വെച്ച് തന്നെ മരിച്ചു. കണ്ണൂരിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. പുതുച്ചേരിയിലെ പാറച്ചാലയിൽ ഹൌസിൽ PS ശ്രുതിയാണ് മരിച്ചത്.